ഹായ്, എൻ്റെ പേര് ഡോക്ടർ സനേഷ്. അപ്പോൾ ഈ ഒബിസിറ്റി സീരീസിലെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാലറിയെ പറ്റിയാണ്. അപ്പോൾ എന്താണ് കാലറി? നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു ടേമാണ് കാലറി. അപ്പോൾ അത് ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജിയുടെ അളവിനെയാണ് നമ്മൾ കാലറി എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ കാലറി എന്ന് പറയുമെങ്കിലും അത് മെഷർ ചെയ്യുന്നത് കിലോ കാലറിയിലാണ്. പക്ഷേ നമ്മുടെ ഒരു ഡേ ടു ഡേ ഒരു സാധാരണ ഉപയോഗത്തിന് കാലറി എന്നുള്ള ടേം തന്നെ നമ്മൾ കിലോ കാലറി ആയിട്ട് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് നോർമൽ യൂസേജ് തന്നെയാണ്. അപ്പോൾ ഒരു കാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡിൽ നിന്ന് നമുക്ക് എത്ര എനർജി നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പല ഫുഡിൽ നിന്നും പല തരത്തിലുള്ള കാലറിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മേജർ ഫുഡ് സോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കാർബോഹൈഡ്രേറ്റ്, അതായത് ഷുഗർ, അന്നജം എന്നറിയപ്പെടുന്നത്. അത് ഒരു ടൈപ്പ് ഫുഡാണ്. പിന്നീടുള്ളത് പ്രോട്ടീൻസാണ്, പിന്നീടുള്ളത് ഫാറ്റാണ്. അപ്പോൾ ഈ മൂന്ന് എണ്ണമാണ് നമ്മുടെ മേജർ ഫുഡ് സോഴ്സസിലുള്ള മെയിൻ ന്യൂട്രിയൻസ്. അപ്പോൾ ഇതിനകത്തുള്ളത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 9 കിലോ കാലറിയാണ് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്നത്. അതേസമയം 1 ഗ്രാം പ്രോട്ടീനിൽ നിന്ന് നമുക്ക് 4 കിലോ കാലറി, അതേപോലെ തന്നെ 1 ഗ്രാം ഫാറ്റിൽ നമുക്ക് 9 കിലോ കാലറിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും സെയിം എമൗണ്ട് ഓഫ് ഇപ്പോൾ നമ്മുടെ ഒരു കാർബോഹൈഡ്രേറ്റ് ആയാലും ഫാറ്റ് കഴിച്ചാലും ഒരു കൂടുതൽ കാലറി നമുക്ക് കിട്ടും. പ്രോട്ടീനിന് അത്രയും സെയിം എമൗണ്ടിൽ നിന്ന് കുറച്ച് കാലറി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അപ്പം എല്ലാ കാലറിയും ഒരേപോലെ അല്ല, എല്ലാ കാലറിയിലും ഒരേപോലെ അല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഈ കാലറികൾ നമ്മുടെ ബോഡി ഒരു കാലറി ബേൺ ചെയ്യുന്ന ഒരു മെഷീൻ മാത്രമല്ല. അതായത് വരുന്ന കാലറി വരുന്നു, അതേപോലെ നമ്മൾ ബേൺ ചെയ്യുന്നു. അങ്ങനെ ഒരു മെക്കാനിസം അല്ല നമ്മുടെ ബോഡിക്കുള്ളത്. ഈ കാലറി എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കഴിക്കുന്ന അന്നജം, അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ ഈ കാലറി, അതായത് 1 ഗ്രാമിൽ നമുക്ക് 9 കിലോ കാലറി കിട്ടുകയും അതിൻ്റെ കൂടെ തന്നെ അതിന് അനുബന്ധമായിട്ടുള്ള ഹോർമോണിൻ്റെ പ്രൊഡക്ഷനും കൂടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊക്കെ നേരത്തെയുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇൻസുലിൻ. അപ്പം ഈ കാലറി, ഇപ്പോൾ 9 കിലോ കാലറി നമ്മുടെ ബോഡി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ അളവ് വളരെയധികമായിട്ട് കൂടും. അപ്പോൾ ഈ ഹോർമോൺ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിലുള്ള എക്സ്ട്രാ ഈ വരുന്ന എനർജിയെയും എല്ലാം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെയിം എമൗണ്ട്, ഇപ്പോൾ 2 ഗ്രാം പ്രോട്ടീൻ കഴിക്കുന്നിടത്തും 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും കാലറി സെയിം ആണെങ്കിലും പക്ഷേ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് ബോഡിയിൽ രണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് ഇപ്പോൾ പ്രോട്ടീൻ കഴിക്കുന്ന ഒരു കാര്യം എടുക്കുക. പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ സെയിം എമൗണ്ട് ഓഫ് നമ്മൾ ഒരു പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് കാലറി ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത്. അതുമാത്രമല്ല, ഈ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ദഹിപ്പിക്കാനായിട്ട് നമ്മുടെ ബോഡിയിൽ കൂടുതൽ എനർജി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു പ്രോട്ടീൻ്റെ കിട്ടുന്ന കാലറിയിൽ നിന്ന് ഒരു 20 അല്ലെങ്കിൽ 30% വരെ ആ പ്രോട്ടീൻ ദഹിപ്പിക്കാൻ തന്നെ യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാലറി നമ്മുടെ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം ദഹിപ്പിക്കാൻ ആവശ്യമില്ല. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുമ്പോഴുള്ള 2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ കാലറി ലഭിക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട് അത് ദഹിപ്പിക്കാനുള്ള എനർജിയുടെ അളവ് കുറവുമാണ്. പിന്നീട് അത് കൊണ്ട് നമ്മുടെ ഇൻസുലിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പോൾ 2-3 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് നേരത്തെ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അതെപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രോട്ടീൻ കൂട്ടുന്നത്. അപ്പോൾ പ്രോട്ടീൻ കൂട്ടുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ റിവേഴ്സാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് സെയിം അളവിൽ നമുക്ക് കുറച്ച് കാലറി ലഭിക്കുകയും അത് ഇൻസുലിൻ്റെ സ്പൈക്ക് അവോയ്ഡ് ചെയ്യുകയും പിന്നെ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ എനർജി ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ നെറ്റ് കാലറി കുറവായിരിക്കും കിട്ടുന്നത്. അപ്പം ഈ 2-3 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലറീസും സെയിം അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കാലറീസ് മാത്രം കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു കാലറി ബേൺ ചെയ്യുന്ന ഒരു മെഷീൻ മാത്രമല്ല. ഇപ്പം ഒരു എക്സാക്റ്റ് ഒരു ഇൻടേക്ക് ഔട്ട്പുട്ട് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു ആവശ്യമുള്ള ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ കഴിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള മിക്കവാറും എല്ലാ ഫുഡ് പാക്കറ്റിനെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് അതിനുണ്ട്, എത്രത്തോളം ഫാറ്റ് ഉണ്ട്, എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട്.
അപ്പോൾ ഇതൊരു ഈക്വൽ അളവിൽ 1/3 ആയിട്ട് മൂന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഫുഡാണെങ്കിൽ കൊള്ളാം. അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലുള്ള ഫുഡാണെങ്കിലും അത് നല്ലതായിരിക്കും. ഇപ്പോൾ ഏത് ഫുഡ് എടുത്താലും നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലറീസിൻ്റെ അളവ് മാത്രമല്ല, കാലറീസിൻ്റെ അളവ് കുറവുള്ളതും അതേസമയം നമുക്ക് ലോങ് ടൈമിലേക്ക് നീണ്ട കാലത്തേക്ക് നമുക്ക് സസ്റ്റൈനബിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫുഡും കൂടെ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഇനിയും ആരെങ്കിലും കാലറിയെ പറ്റി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാലറിയുടെ അളവ് കുറച്ച് കഴിച്ചിട്ടും എനിക്ക് വണ്ണം കുറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരോട് പറയാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ, ഞാൻ കഴിക്കുന്ന കാലറി അളവ് കുറവാണെങ്കിലും എൻ്റെ ബോഡി അതിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെ അതിനുവേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ, ഇൻസുലിൻ അടക്കമുള്ള ഹോർമോൺസിൻ്റെ വ്യതിയാനം ഉണ്ട് ഒന്ന്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ബേസൽ മെറ്റബോളിസം, അതായത് ഒരു ദിവസം നമ്മുടെ ബോഡിയിൽ നമ്മൾ ഉറങ്ങുമ്പോഴും കുറേ അധികം എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഹൃദയം ഇടിക്കുന്നുണ്ട്, നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ, നമ്മുടെ കുടൽ, അങ്ങനെയുള്ള സ്റ്റൊമക്ക്, ആമാശയം, ഇതൊക്കെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഉറങ്ങുക എന്നൊരവസ്ഥയിലായാൽ പോലും നമ്മുടെ ബോഡിയിൽ കുറേ അധികം ബേസൽ മെറ്റബോളിക് റേറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ ചിലപ്പോൾ സ്ലോ ആയിരിക്കാം. അപ്പോൾ നമ്മൾ വേറൊരാളുമായിട്ട് നമ്മളെ കാലറി കൗണ്ട് ചെയ്യുന്നത് കൊണ്ടോ അവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ടോ കാര്യമില്ല. നമ്മളെല്ലാവരും യുണീക്ക്, അതായത് നമ്മളെപ്പോലെ ഒരാൾ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ യുണീക്ക് ഇൻഡിവിജ്വൽസാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, കാലറിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ കൊണ്ടുവരികയും അതിന് വേണ്ട ഫുഡിലുണ്ടാകുന്ന ചേഞ്ചസ് ലോങ് ടൈമിലേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാലറി റെസ്ട്രിക്ഷനും അതേപോലെ തന്നെ വണ്ണം അല്ലെങ്കിൽ നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ്.